ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കാം, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. ഒത്തിരി സ്നേഹത്തോടെയാണ് ആ വ്യക്തി നിങ്ങളെ നോക്കി കാണുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ ഒരിക്കലും ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രത്തോളം ഫീലിങ്സ് ഉണ്ട്. അവരുടെ ഉദ്ദേശം നിങ്ങളെ നേടിയെടുക്കുക എന്ന് തന്നെയാണ്, നിങ്ങളെ സ്വന്തമാക്കുക. അവർക്ക് യോജിച്ച പാർട്ട്ണറായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. ഒരുപാട് നിങ്ങളെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ സ്വഭാവം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിങ്ങളെ നല്ല പോലെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വഭാവം രീതികളൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ചെറിയൊരു ഇണക്കവും പിണക്കമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത വ്യക്തിയായിരിക്കാം. ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ ഫീലിങ്സ് ഇല്ലാതെ അല്ല കേട്ടോ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി മൂവ് ഓൺ ചെയ്തത്. ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ട് കൂടി ആ വ്യക്തി അവരുടെ കാര്യം നോക്കി പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിന് ആവശ്യത്തിന് പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം. ഫാമിലിക്ക് നിൽക്കേണ്ടി വന്ന് ഫാമിലി പറയുന്നതും കേട്ട് പോയ വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ വ്യക്തി തൽക്കാലത്തേക്ക് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സൈലൻ്റായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാണ്ടല്ല ആ വ്യക്തി പോയത്. ഫീലിങ്സ് ഉണ്ടായിട്ടും അതൊന്നും കാണാതെ നിങ്ങൾ കൊടുത്ത സ്നേഹം പോലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താ പറയാം, അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു പോയൊരു വ്യക്തിയുടെ എനർജി. പക്ഷേ ഇപ്പോൾ ആ പോയ നിമിഷം തൊട്ട്, പക്ഷെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളടുത്ത് ഫീലിങ്സ് ഇല്ലാതെ അല്ല ആ വ്യക്തി അവിടെ നിന്ന് പോയത്. ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ടും അതൊന്നും കാണാതെയാണ് നിങ്ങളിൽ നിന്ന് ഒരു സമയത്ത് ഈ വ്യക്തി ഇറങ്ങിപ്പോയത്. പക്ഷേ ഈ വ്യക്തിയുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും അവരുടെ മനസ്സ് എപ്പോഴും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. മനസ്സെപ്പോഴും ഒരു വശത്ത് എന്തൊക്കെ പ്രശ്നം ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ഒരു വശത്ത് നിങ്ങളെ ഒത്തിരി ഏറെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ നേടിയെടുക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം. യഥാർത്ഥ ഉദ്ദേശം നിങ്ങളുമൊത്ത് മുന്നോട്ട് ഒരു ജീവിതം വേണം, നിങ്ങളുമൊത്ത് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത്. നല്ലൊരു വ്യക്തി തന്നെയാണ്. എന്തോ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കി പോയ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർ മനസ്സുകൊണ്ട് നിങ്ങളെയാണ് ഒരുപാട് സ്നേഹിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം അവരില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവാം. ഈ സമയത്ത് എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എല്ലാം ഒറ്റയ്ക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവാം. അതിൽ ആ വ്യക്തിക്ക് ഒരു അഭിമാനമുണ്ട്. അവരില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കും എന്നുള്ള നിങ്ങൾ അങ്ങനെയായിരിക്കാം. കുറച്ച് തൻ്റെയുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ പലതും ഒരുപാട് നിങ്ങൾക്ക് സഹിച്ച് ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടാവാം നിങ്ങൾ.
അത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ നല്ലൊരു അഭിമാനമാണ്. ഇപ്പോൾ ആ വ്യക്തി അഭിമാനം കൊള്ളുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു സമയ പീരീഡ്, അതായത് നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നത്തിൻ്റെയും ആ ഒരു ഇപ്പോൾ വരുന്നത് നല്ലൊരു സമയമാണ് ഇനി വരുന്നത് നിങ്ങൾക്ക്. അതായത് ഇതുവരെ ആ ഒരു കഷ്ടതയിൽ നിന്നൊക്കെ ഒരു നല്ലൊരു ടൈമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാരണം ഇതുവരെ നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനയ്ക്കും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അത്രത്തോളം നിങ്ങൾ സഹിച്ചിപ്പോൾ എല്ലാം കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ച ഒരു നിമിഷമായിരിക്കാം. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരു എല്ലാം കൊണ്ടും ഒരു മാറ്റം, ഒരു ചേഞ്ചാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് ഇനിയൊരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. കാരണം നിങ്ങളും ചില സാഹചര്യത്തിലെല്ലാം വിട്ടുപോയിട്ടുണ്ടാവും. ഇതൊരിക്കലും ഈ കണക്ഷൻ ഒത്തുചേരില്ല, അല്ലെങ്കിൽ നിങ്ങളും വിചാരിക്കുന്ന അങ്ങനെയായിരിക്കാം, അവരും വിചാരിക്കുന്നുണ്ടാവും ആ ഒരു സമയത്ത്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു, ഇനിയെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കാം പോകുന്നതെന്ന് രണ്ടു കൂട്ടർക്കൊരു ചിന്ത വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. കാരണം ഇവിടം കൊണ്ട് തീരുന്നില്ല നിങ്ങളുടെ കണക്ഷൻ, ഒരിക്കലും അവസാനിക്കുന്നതല്ല നിങ്ങളുടെ കണക്ഷൻ എന്നാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ പറയാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏത് സമയത്തും അവർ നിങ്ങളെ തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഉറക്കത്തിൽ പോലും അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് നടന്ന സംഭവങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം അവരുമായിട്ട് കൂടിച്ചേർന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കരിയറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിക്ക് ചില പ്രശ്നങ്ങൾ കാരണം ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാരണത്താൽ കുറച്ച് വിഷമാവസ്ഥയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജോലി, കരിയർ, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അപ്പോൾ അതുമായിട്ടൊക്കെ ഈ വ്യക്തി കുറച്ചൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെയാണ് പോകുന്നത്. നിങ്ങളെ ഓർക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്കൊരു സമാധാനം. നിങ്ങളുടെ ഒരു പ്രതീക്ഷയിലാണ് ശരിക്കും ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് തന്നെ. ഇവിടെ നിങ്ങളുമൊത്തൊരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. ആ ഒരു സെലിബ്രേഷൻ വരും ഇനിയിപ്പോൾ അങ്ങോട്ട്. പഴയതുപോലെ നിങ്ങളുമൊത്തൊരു കൂടിച്ചേരലാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ഇനി ഈ വ്യക്തി വരുമെന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ പ്രശ്നം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ പല സിറ്റുവേഷൻ കാരണം നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളെ, അല്ലെങ്കിൽ പല തടസ്സങ്ങളും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഫീലിങ്സ് ഉണ്ട്. രണ്ടുപേർക്കും ഫീലിങ്സ് ഇല്ലാതെയല്ല, ഇതിൽ വേറെ ആൾക്കാരുടെ ഇടപെടൽ മൂലമോ ആ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റു ചിലരും ഇടപെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടലും ഒക്കെയുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ അതിനൊക്കെ ഇപ്പോൾ വലിയ മൈൻഡ് ചെയ്യാണ്ട് അവർക്ക് വേണ്ടി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി മുന്നോട്ട് വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. പല പ്രശ്നങ്ങളും പല തടസ്സങ്ങളും ഈ ബന്ധത്തിലുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി മുന്നോട്ടൊരു ഡിസിഷനുമായിട്ട് വരും എന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ പറയാൻ പറ്റുന്നത്. അവരുടെ ഭാഗം നോക്കി ഇനി അവർക്ക് ശരി എന്താണ് അത് അവർ ചെയ്യും. ഇത്ര നാൾ അവർ മറ്റുള്ളവരെ വാക്കൊക്കെ കേട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ തന്നെ പല തടസ്സങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി പരമായിട്ടോ, പിന്നെ അതേപോലെ ക്യാഷിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു നോ കോണ്ടാക്റ്റും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിനൊക്കെ
ആ പ്രശ്നമൊക്കെ ഇനി അതിജീവിച്ച് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ടൈം, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ ഒരു വ്യത്യാസം വരും, ഇതിലൊരു മാറ്റം വരും, ഇതിലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എത്രയും പെട്ടെന്ന് കണ്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരും ഈ വ്യക്തി കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് ഞാൻ കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ലെറ്റർ എ എന്ന് കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ, ഗ്രീൻ കളർ, 18 ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഐ. യെല്ലോ കളർ 2 എന്നുണ്ട്. 2 നമ്പർ. 25, 44 ചിലപ്പോൾ ഏജ് ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, ഇങ്ങനെയൊക്കെ ആവാം. നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു ഡേറ്റ് ആവാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു ദിവസമാവാം, അങ്ങനെ എന്തൊക്കെയോ ആവാം. 46, 9, 47, 39, 19, 32, 50, 27. ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം. എം എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എം ആണ്. ആർട്ടിസ്റ്റ് ആയിരിക്കാം, സോഷ്യൽ വർക്കർ ആയിരിക്കാം. ലെറ്റർ ബി ആണ്. മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മാരേജിലേക്കൊക്കെ എത്തിച്ചേരും ഈ ബന്ധം കേട്ടോ. ഉണർത്തം 22 ആണ്. ഓഗസ്റ്റ്, അശ്വതി, ഒക്ടോബർ, ബ്ലാക്ക് കളർ 16, അനിഴം 7 എന്ന് കിട്ടിയിട്ടുണ്ട്. 7. കൊല്ലം, ബ്ലൂ കളർ, കാസർഗോഡ്, ജൂൺ, എബ്രോഡ്, പൂരം 12, കോഴിക്കോട്. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ രണ്ടുപേർക്കും നല്ല സ്നേഹമുണ്ട്, നല്ല ഫീലിങ്സ് ഉണ്ട്, ഒക്കെയുണ്ട്. ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങളെ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു.